ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഫുൾ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് കിടക്കാണ്. അപ്കമിങ് വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ വരാൻ പോകുന്ന വിശേഷമല്ല കേട്ടോ, അത് നമ്മൾ രാത്രി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ ഇട്ട വിശേഷത്തിന്റെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ അലീന ശരണ്യായിട്ട് ഭയങ്കര കൂട്ടൊക്കെ ആയല്ലോ. ശരണ്യ എന്നും കാണാൻ പോവുകയും അങ്ങോട്ട് വരികയും ഇങ്ങോട്ട് വരികയും ഒക്കെ ചെയ്യും. നമ്മുടെ ശരണ്യെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെയാണ് അലീന ചെയ്യുന്നത്. അപ്പൊ അലീന ആ വീട്ടുകാർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പം അലീന എന്ത് പറഞ്ഞാലും ആ വീട്ടുകാർ കേൾക്കും എന്നൊരവസ്ഥയില്ല. കാരണം തന്റെ മകളെ തിരിച്ചു തന്നത് അലീന തന്നെയാണ്. തന്റെ മകളുടെ ജീവിതം, തന്റെ മകളുടെ ഭാവി, ഇതെല്ലാം അലീനയുടെ കൈകളിലാണ്. കാരണം അലീന ഇല്ലെങ്കിൽ നമ്മുടെ ശരണ്യ ഇല്ലാത്തൊരവസ്ഥ. അത്രയ്ക്ക് അവർ മിങ്കിളായി, അത്രയ്ക്ക് അവർ കൂട്ടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കമലയും ശിവശങ്കര മേനോനും അതുപോലെ രാജീവനും ഒക്കെ ചേർന്നിട്ട് അലീനയെ സോപ്പിട്ട് പതപ്പിച്ച് നമ്മുടെ രോഹിത്തിനും ഹരിക്കും എതിരെയുള്ള കേസ് അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പൊ അതിനിടയിൽ നമ്മുടെ രോഹിത്ത് നിരപരാധിയാണെന്നുള്ളൊരു സത്യം വെളിയിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയുടെ കാല് പിടിക്കാൻ എത്തിയ വൈജയല്ല, കമലയും അതുപോലെ ശിവശങ്കര മേനോനും നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ. നാണം കെട്ട് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അലീന പറയുന്നുണ്ട്, ഒരിക്കലും താൻ അവരോട് ആവശ്യപ്പെടില്ല, ഈ കേസിൽ നിന്ന് പിന്മാറാനായിട്ട് ഒരിക്കലും താൻ ആവശ്യപ്പെടില്ല. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീ അല്ലാതായി പോകും. എന്റെ കൂട്ടുകാരിയാണ് അവൾ എന്റെ സഹോദരിയാണ്. അവരെ എന്നെ വിശ്വസിച്ച വീട്ടിൽ കയറ്റുന്നത്. ഇത് പോരാടി ഈ കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക്, അതുപോലെ ആ കൊച്ചിനെ ബലാത്സംഗം ചെയ്തും ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച പ്രതികളെ ജയിലിൽ കയറ്റാൻ മാത്രമല്ല, അവർക്ക് മാക്സിമം എന്ത് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ ആ ശിക്ഷ മേടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ അവരുടെ കൂടെ നിൽക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാനും. അതിപ്പോ ആരും ആയിക്കോട്ടെ, ഇപ്പം അത് ആരാന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്തതാരാണോ അവര് ശിക്ഷ അനുഭവിച്ചിരിക്കണം. ഞാന് ഒരിക്കലും ശരണ്യയുടെ മുമ്പിൽ പോയി പറയില്ല. അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ശരണ്യയുടെ മുമ്പിൽ പോയി പറയില്ല. അപ്പം കമലയാണെങ്കിൽ സോപ്പിട്ട് വന്നായിരുന്നു അലീനയെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലേ നമ്മുടെ കമല, ഞാൻ ശിവേട്ടനോട് പറഞ്ഞതാ അപ്പോഴേ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന്, ഇവളുടെ പത്രാസും ജാടയും കാണാനല്ലേ ഇങ്ങോട്ട് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അയ്യോ കമലയിടത്തേക്ക് നാക്കുണ്ടായിരുന്നോ? ഞാൻ ഓർത്ത് കമലയിടത്തേക്ക് നാക്ക് കാണത്തില്ലായിരിക്കുന്ന. ഇത്രയും നേരം എന്ത് പഞ്ചപാവമായിട്ടാ ഇവിടെ ഇരുന്നത്. അല്ല, അലീന പറയുന്നതില് എന്താ കുഴപ്പമില്ലാത്തത്? അലീന പറയുന്നത് ശരിയായ കാര്യങ്ങളാണ്. അവൻ എന്റെ മകനാണ് രോഹിത്. അവനെ ഇപ്പം ഇറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന്റെ കാരണം എന്താണെന്ന് ഈ ഇരിക്കുന്നവർക്കൊക്കെ അറിയാലോ. അവൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചിലപ്പം അവൻ വെളിയിൽ ഇറങ്ങിയിരിക്കും. ഇനിയിപ്പൊ അവൻ തെറ്റ് ചെയ്തതാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കും. പിന്നെ എന്റെ മകൻ പൂർണ്ണമായിട്ടും തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്റെ പൊന്ന് ശിവേട്ട. കാരണം ഈ ഹരിയുടെ കൂടെ കൂട്ടിന് പോയി ആ ഒരു കൂട്ടത്തിൽ എന്റെ മകനും ഉണ്ടായിരുന്നു. അതിനുള്ളതാ ഇപ്പം അവൻ ജയിലിൽ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇളവ് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ചിലപ്പം പിഴ വല്ലതും കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ മകനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അതിന് വേറെ ആരുമല്ല കാരണം, അത് ഞാൻ കാരണം തന്നെയാ. മക്കളെ വളർത്തേണ്ട രീതിയിൽ മക്കളെ വളർത്തണം. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയുന്ന രീതിയിൽ തന്നെയായിരിക്കും മക്കളെ വളർത്തേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പേരുകേട്ട കുടുംബം അല്ലേ. കൈതക്കൽ തറവാട്. എന്നു മുതൽ തുടങ്ങിയതാ ആ വിഹിതവും അതും ഇതും ഒക്കെ ആയിട്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശിവശങ്കര മേനോൻ പറയുന്നത്, ബാലചന്ദ്ര, ശവത്തിൽ കുത്താതിരിക്കും ബാലചന്ദ്ര. ഞങ്ങളുടെ അവസ്ഥ ഇതായി പോയി. ഒന്ന് ഓർത്തു നോക്കിക്കേ. ഞങ്ങളുടെ മകൻ ഈ ഒരു അവസ്ഥ വരുമ്പം ആരുടെ മുമ്പിലും കൈയും നീട്ടാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല. അവനെ പ്രസവിച്ചു ഞങ്ങള്, അവനെ വളർത്തി ഞങ്ങള്. എന്ത് തെറ്റ് ചെയ്താലും അച്ഛനമ്മമാർക്കും മക്കൾ എന്നും മക്കളാ. അതുകൊണ്ടാ ഇപ്പം ആരുടെ മുമ്പിലാണെങ്കിലും കാല് പിടിച്ച് കേന്നിട്ടാണെങ്കിലും അവനൊന്ന് പുറത്തിറക്കാൻ നോക്കുന്നത്. പിന്നെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? തെറ്റ് ചെയ്തെങ്കിൽ നമ്മളല്ലാതെ വേറെ ആരാ ബാലചന്ദ്ര ക്ഷമിക്കേണ്ടത്? വേറെ ആരും ക്ഷമിക്കാൻ പോകുന്നില്ല. നമ്മൾ കുടുംബക്കാരല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. ഇതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. ഹരി ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. ഹരിയും 3 പ്രതികളും ഉണ്ട്. ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാണ്. ആ പെങ്കൊച്ച് കിടന്ന് പെടഞ്ഞപ്പോഴ്
ആർക്കും ഒന്നും തോന്നിയില്ലല്ലോ, രക്ഷിക്കാനൊന്നും തോന്നിയില്ലല്ലോ. അപ്പോഴും അവന്മാരുടെ ഞാൻ പറയുന്നില്ല, ഒരച്ഛന്റെ മുമ്പിൽ വെച്ച് പറയാൻ കൊള്ളത്തില്ലാത്ത വാക്കുകൾ എന്റെ വായിൽ വീഴുന്നതിന് മുമ്പ് ഇറങ്ങ്. ദേ രാജീവേ, വിളിച്ചോണ്ട് പോ. ശിവേട്ടനെയോ കമലേടത്തിനെയോ ഒക്കെ വിളിച്ചോണ്ട് പോ. എല്ലാവരെയും ഞാൻ ഏട്ടനെ ഏടാത്തിന്നൊക്കെ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇനി വേറൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, വിളിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇറക്കി വിടുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ കമല വഴിനീള പറയുന്നുണ്ട് ശിവനോട്, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന്. അപ്പോഴത്തേക്ക് നിങ്ങളല്ലേ എഴുന്നള്ളി പിടിച്ച് പോയത്. ഇപ്പൊ അലീനയെല്ലാം ശരിയാക്കി തരും. അലീന പാവമാണ്. പാവം പിടിച്ചൊരു പെണ്ണാണല്ലോ കയറി വന്ന് ഇപ്പൊ ആ കുടുംബം നശിപ്പിച്ച് നാരായണക്കല്ല എടുത്ത് പിടിച്ച് നിൽക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരു ബാലചന്ദ്രൻ വന്നിരിക്കുന്നു, അവന്റെ മകൻ നിരപരാധിയാണ് പോലും. നോക്കിക്കോ, അവനും ശിക്ഷ അനുഭവിക്കും. അവന് ശിക്ഷ മേടിച്ച് തന്നെ കൊടുക്കണം ശിവേട്ട എന്നും പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ അതും ഇതൊക്കെ പറയാണ് കേട്ടോ. കാരണം കമലയുടെ വിഷമം കമലയ്ക്കല്ലേ അറിയത്തുള്ളൂ. മകനായി പോയി, തെറ്റ് ചെയ്തു പോയി. ഏതൊരു മാതാപിതാക്കൾക്കും തോന്നും രക്ഷിച്ചു പുറത്തു കൊണ്ടുവരാൻ നിൽക്കും. എന്ത് തെറ്റ് ചെയ്താലും മാതാപിതാക്കൾ കൂട്ടു നിൽക്കുന്നല്ല, രക്ഷപ്പെടുത്താൻ നോക്കും. പിന്നെ ചിലവര് ഒത്തിരി അങ്ങോട്ട് സ്ട്രിക്റ്റ് ആകുന്നവരും ഉണ്ട് കേട്ടോ. അനുഭവിക്കട്ടെ. ആ കൂട്ടത്തിലാണ് നമ്മുടെ ബാലചന്ദ്രനുള്ളത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പൊ ഈ വിവരം നമ്മുടെ വൈജി അറിഞ്ഞു. കമലെ വിളിച്ച് പറഞ്ഞു കേട്ടോ, അവളുടെ വീട്ടിൽ ചെന്നായിരുന്നു വൈജെ. എന്തായിരുന്നു അവൾ? ആരാന്ന് അവളുടെ വിചാരം? അവിടെ ഭരിക്കുന്നതേ ഇപ്പം വേറെ ആരും അല്ല. നിന്റെ മക്കളൊക്കെ മാറി നിൽക്കും. അവളാ ഇപ്പൊ അവിടെ ഭരിക്കുന്നത്. ബാലചന്ദ്രൻ എന്തെങ്കിലും ചെയ്യണമെങ്കിലേ അവളുടെ ഓർഡർ വേണം. അവള് ഉത്തരവെന്ന് പറഞ്ഞാൽ ബാലചന്ദ്രൻ സമ്മതിക്കും. ഞങ്ങൾ കരഞ്ഞി കോല് പിടിച്ച് അപേക്ഷിച്ചു നോക്കി, വീണില്ല. അല്ല, രോഹിത്തിന്റെ കാര്യം എന്തായി കമലെടുത്തി? രോഹിത്ത് വെളിയിൽ ഇറങ്ങുമോ? രോഹിത്ത് ഒന്നും വെളിയിൽ ഇറങ്ങത്തില്ലെന്നേ. അതൊക്കെ ചുമ്മാതെയാ വൈജയ്. രോഹിത്തും പ്രതിയൊക്കെ തന്നെയാ. പിന്നെ അലീനയ്ക്ക് രോഹിത്തിനോടൊരു ചെറിയ കൂറുണ്ട്. അതുകൊണ്ടാ അലീന പ്രതിയാക്കാതെ അവനെ മാത്രം രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ വേണ്ടി നോക്കുന്നത്. എനിക്കറിയാം എന്താ ഇതിന്റെ പിന്നിലെന്ന്. മിക്കവാറും പല കാര്യങ്ങളും നമ്മൾ അറിയാത്തത് നടക്കുന്നുണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. വൈജി എന്ത് പറയാനാ? തന്റെ മകനെ രക്ഷിക്കുന്നത് അലീനയാണെന്ന് കേട്ടപ്പോ തന്നെ അലീനയെ കുറ്റം പറയാനും പറ്റത്തില്ല. പക്ഷെ അലീനയെ ഇഷ്ടമല്ല കേട്ടോ. അതുപോലത്തെ ഒരു സ്വഭാവമാണ് നമ്മുടെ വൈജയുടെ. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ അലീനെ തന്നെയാണ് കേട്ടോ. അപ്പൊ അലീനയുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഹരിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം, ശരണ്യയുടെ ജീവിതവും രക്ഷപ്പെടും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത് വേറൊന്നുമല്ല, നമ്മുടെ ശരണ്യെ ഇനിയിപ്പൊ വിവാഹം കഴിക്കാൻ ഒരു പയ്യൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഒരാളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതും ജീവിതത്തിൽ പല കല്ലുകടികളും ഉണ്ടാകും. ഒരു 3-4 പേര് ബലാത്സംഗം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലും സ്വീകരിക്കുമോ നമ്മുടെ ശരണ്യനെ? ഒരിക്കലും ആരും സ്വീകരിക്കില്ല. ഇനിയിപ്പോ ഒരാളാണെങ്കിലും ഓക്കെ. ഇതിപ്പം നീചമായി അതിക്രൂരമായി 4 പേരാൽ ബലാത്സംഗം ചെയ്തപ്പെട്ട ഒരു സ്ത്രീയെ ആരും അംഗീകരിക്കാൻ തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അലീന ചിന്തിക്കുകയാണ്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം. ഇത് പറ്റിയ അവസരമാണല്ലോ, നമ്മുടെ ശരണ്യയുടെ ഭാവിയും നല്ലതുപോലെയാകും. അപ്പൊ പറ്റിയ അവസരമാണല്ലോ. ഏതായാലും നമ്മുടെ കമലയും ശിവശങ്കരമേനോനും രാജീവനും ഒക്കെ വന്ന അലീനയുടെ കാര്യം കരഞ്ഞ് കൈയൊക്കെ പിടിച്ചു. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് അലീന. അങ്ങനെ ബാലചന്ദ്രനോട് കോഫിയൊക്കെ കൊടുത്തിട്ട് ജിഞ്ചർ കോഫിയോ എന്തോ കോഫിയോ കൊടുത്തിട്ട്, അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിച്ചു, എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത്? കമലയും ശിവേട്ടനും ഒക്കെ വന്നതിനെ കുറിച്ച് വല്ലതുമാണോ? അതിനെക്കുറിച്ചാണോ എന്ന് ചോദിച്ചാല് ഞാൻ കള്ളം പറയുന്നത് എന്തിനാച്ചാ? അതിനെക്കുറിച്ചൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. എന്താന്നറിയുമോ അച്ഛാ, നമ്മുടെ ശരണ്യയുടെ ഭാവി ജീവിതം അതിനി എത്രത്തോളം രീതിയിൽ നല്ലതാകുന്നൊന്നും പറയാൻ പറ്റില്ല. ആ കുട്ടിക്കൊരു ജോലി കിട്ടിയേക്കാം, ആ കൊച്ചു പഠിച്ച് ജോലിയൊക്കെ മേടിച്ചേക്കാം. പക്ഷെ ഒരിക്കലും 4 പേരാൽ ബലാത്സംഗം ചെയ്ത ഒരു പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും തയ്യാറായിട്ട് വരുമോ അച്ഛാ? ഇല്ല മോളെ, അങ്ങനെ ഒരു ജീവിതം അതിനുണ്ടാകാൻ ചാൻസ് കുറവാ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്തൂടെ? അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് വേറൊന്നും അല്ലച്ചാ, നമുക്ക് ഹരിയെ കൊണ്ട് ശരണ്യെ വിവാഹം കഴിപ്പിച്ചാലോ? ഇത് കേട്ടതും ബാലചന്ദ്രൻ അന്തം വിട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഹരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനോ? അല്ല, ഇതല്ലേ അച്ഛാ ഒരു നല്ല പരിഹാരം? അങ്ങനെയാണെങ്കിൽ അവര് കേസ് പിൻവലിക്കുകയും ചെയ്യും. അങ്ങനെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ അതിന് ആ കൊച്ചിന് സമ്മതാവോ? നീ ഒന്ന് ഓർത്തു നോക്കിയേ. അവളെ സ്വന്തം കാമുകനായിട്ടും കൂട്ടുകാരുടെ മുമ്പിലേക്ക് പിച്ചിച്ചിയും ദിവാലി ചെറിയാൻ ഇട്ട് കൊടുത്ത ഒരുത്തനെ അവനിനി സ്വീകരിക്കുവോ? അതെനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ശരിയായിരിക്കും അച്ഛാ, പക്ഷെ നമ്മള് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമല്ലോ, ആലോചിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം.
ഒരുപക്ഷെ ഹരിയുടെ മനസ്സും ഇപ്പം ഒരുമാതിരി മാറിയേക്കാം. ഹരിക്കിപ്പം ശരണ്യയോട് ചിലപ്പോൾ സ്നേഹമൊക്കെ ഉണ്ടായേക്കാം. ഈ കേസ് പിൻവലിക്കുമെന്ന് പറയുമ്പം മിക്കവാറും ശരണ്യയോടുള്ള ദേഷ്യം നമ്മുടെ ഹരിക്ക് കുറഞ്ഞു കിട്ടും. അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടത്തില്ലേ? മാത്രമല്ലല്ലോ, അവൾക്കൊരു ജീവിതം ഇനി ഉണ്ടാവില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും പഠിച്ച് ജോലി മേടിച്ച് എത്ര നാൾ തന്നെ ജീവിക്കും? പ്രായമാകുമ്പം ആരെങ്കിലും ഒക്കെ വേണ്ടേ? മാത്രമല്ല നമ്മുടെ കുടുംബം ചെയ്തൊരു കാര്യം, അപ്പൊ നമ്മുടെ കുടുംബമല്ലേ അത് ഏറ്റെടുക്കേണ്ടത്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രനും ഒരു കണക്കിന് ശരിയാണെന്ന് തോന്നുക. ആ, ശരിയാ മോള് പറഞ്ഞത്, ഒരു കണക്കിന് ശരി തന്നെയാണ്. പക്ഷെ കമലയും ശിവനേട്ടനും സമ്മതിക്കുവോ? അതൊക്കെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഹരിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത് ചെയ്തേ പറ്റുമെന്നൊരു ചിന്ത അവർക്ക് തോന്നും. പിന്നെ കമലയാന്റിയുടെ കാര്യം എനിക്ക് അറിയത്തില്ലാത്തത്, അതെങ്ങനെയെങ്കിലും ശിവനെങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളും. നമുക്ക് ഒന്ന് ആലോചിച്ചാലോ? ഞാൻ വേണമെങ്കിൽ ശരണ്യയുടെ വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിക്കാം. ഇത് കേട്ടപ്പോഴത്തേക്കും ബാലചന്ദ്രൻ നല്ലതാണെന്ന് തോന്നിട്ടോ. നമ്മുടെ ശിവനെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ ശിവേട്ട, എനിക്ക് ശിവേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അല്ല എന്താ ബാലചന്ദ്ര, വീട്ടിൽ വന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചത്. അത് പിന്നെ ഞാന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത് എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യം പറയാനല്ല, അത് ശിവേട്ടനൊക്കെ ഉപകാരപ്പെടുന്ന കാര്യം പറയാൻ തന്നെയാ. പറ്റുമെങ്കിൽ ഉടനെ തന്നെ കാണാം. ഇതിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ മിക്കവാറും ഹരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇത് കേട്ടതും നമ്മുടെ ശിവന് മനസ്സിലായി എന്തോ പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ശിവനും രാജീവനും കൂടെ നേരെ ബാലചന്ദ്രനെ കാണാൻ വരികയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കണം. ശരണ്യ എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. അതിപ്പോ കുറച്ച് ഒരു നല്ലൊരു രീതിയിലേക്ക് തിരിച്ചെത്തി. അലീനയും അതിനൊരു കാരണക്കാരിയാണ്. കാരണം അലീനയാണ് ആ പെങ്കൊച്ചിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. പഠിക്കാൻ മിടുക്കിയ, അതുപോലെ തന്നെ മിടുക്കി പെങ്കൊച്ചാണെന്നേ. ഒരു കാര്യം ചെയ്താലോ നമുക്ക്? അല്ല എന്താ ബാലചന്ദ്രൻ പറഞ്ഞു വരുന്നത്? വേറൊന്നുമല്ല, ഇപ്പം എന്താ വേണ്ടത് ശിവേട്ടന്? ഹരിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഈ കേസ് പിൻവലിച്ച് ഇറക്കണം, അതാണല്ലോ വേണ്ടത്. അതാ അതാ ബാലചന്ദ്ര വേണ്ടത്. അത് തന്നെയാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആവശ്യം. അതിന് നമ്മൾ ഒരു കാര്യം ചെയ്യണം. വേറൊന്നുമല്ല, നമുക്ക് ശരണ്യനെ അങ്ങ് ഏറ്റെടുത്താലോ? അവളെ ഏറ്റെടുക്കാനോ? എന്നിട്ട് എന്തിനാ അവളെ ഏറ്റെടുത്ത് അവളെ പഠിപ്പിക്കാനോ? അതിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാ. അതിന് എന്റെ കുടുംബം വേണമെങ്കിലും ഞാൻ വിൽക്കാം. അവൾക്ക് എത്രയാ കൊടുക്കേണ്ടെന്ന് വെച്ചാൽ കൊടുക്കാം. ഓ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു നഷ്ടപരിഹാര തുക കൊടുത്ത് ഒഴിച്ചുവിടാനല്ല ഞാൻ പറയുന്നത്. അവള് നമുക്ക് ഇങ്ങ് ഏറ്റെടുക്കാന്ന് വെച്ചാല് അവള് ശിവന്റെ മോളായിട്ട് അങ്ങ് അംഗീകരിക്കണം. മോളായിട്ടോ? എന്താ ദത്തെടുക്കാനോ? ദത്തെടുക്കാനോ? ഒരു തരത്തിൽ ദത്തെടുക്കാന്നൊക്കെ പറയും. അതെ, ഹരിക്കിപ്പൊ എത്ര വയസ്സായി കാണും? അവനൊരു 10, 24, 25 വയസ്സായതല്ലേ ഉള്ളൂ. പെങ്കൊച്ചിനും ഏതാണ്ട് 10, 19, 18 വയസ്സായതൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്കിപ്പം ഒരു കാര്യം അവരോട് ആവശ്യപ്പെടാം. അവളുടെ ജീവിതം ഏതായാലും വഴിമുട്ടി നിൽക്കുക. ഈ 3-4-5 പേരെ ബലാത്സംഗം ചെയ്ത് അത്ര ക്രൂരമാക്കിയ പെണ്ണിനെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വരുമോ? ഇത് ചെയ്തത് ഹരി തന്നെയാണ്. ഹരിക്ക് ചെറിയ ഇഷ്ടം അവളോട് ഉണ്ടായിരുന്നതാണ്. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ശരണ്യനെ ഹരിയെ കൊണ്ടങ്ങ് വിവാഹം കഴിപ്പിക്കാം. അങ്ങനെയാവുമ്പം അവര് കേസ് പിൻവലിച്ചാലോ? ഇത് കേട്ടതും ചങ്കത്ത് കൈവയ്ക്കാണ് കേട്ടോ നമ്മുടെ ശിവൻ. കാരണം ശിവശങ്കരമേനോട് എന്ത് പറയണം എന്നറിയത്തില്ല. ഇതൊക്കെ കമലയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമോ? അപ്പോഴത്തേക്ക് ശിവശങ്കരമേനോൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? അപ്പൊ രാജീവന് പറഞ്ഞു, ശിശു അതെങ്ങനെ ശരിയാകും? നമ്മൾ അവനെ ജയിലിൽ നിന്ന് ഇറക്കുന്നത് തന്നെ അവന്റെ ഭാവിക്ക് വേണ്ടിയാ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കോളനിക്കകത്തെ ഒരു പെണ്ണിനെ എങ്ങനെയാ വിവാഹം കഴിക്കുന്നത്? പറയാൻ നിനക്ക് നാണമില്ലേ? കോളനിക്കകവോ? കോളനിക്കകത്തെ കിടക്കുന്നവർ കൊണ്ടടാ നിലയും വിലയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു പെണ്ണിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തവനാ നിന്റെ മകന്. അവൻ എന്ത് അന്തസ്സും വിലയുമാടാ ഉള്ളത്? ഏത് വീട്ടിൽ നിന്നാടാ അവന് അന്തസ്സും വിലയുള്ള പെണ്ണിനെ കിട്ടുന്നത്? ഇത് കേട്ടതും നമ്മുടെ ശിവനൊന്നും പറയാനില്ല കേട്ടോ. ഏതായാലും അത് പിന്നെ അവനെ ജയിലിൽ നിന്ന് ഇറക്കുന്ന കേസാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ പോരെ ബാലചന്ദ്ര? ആലോചിക്ക്, വ്യക്തമായി ആലോചിച്ച ഉടനെ ഒരു തീരുമാനം എന്നെ അറിയിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഈ കാര്യം നമ്മുടെ ശരണ്യയുടെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അവരുടെ വീട്ടുകാരുടെ പ്രതികരണം എന്താണെന്നും കൂടെ അറിയണ്ടേ? ശരണ്യ വില്ലിങ്ങാണോ എന്ന് അറിയണ്ടേ? കാരണം ശരണ്യ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താണ് നമ്മുടെ ശരണ്യയെ പീഡിപ്പിച്ച് സ്വന്തം കാമുകിയായിട്ട് പോലും കൂട്ടുകാർക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുത്ത ഒരു ചതിയനെ വിവാഹം കഴിക്കുന്നതിലും ഭേദം കെട്ടി തൂങ്ങിച്ചാവുന്നല്ലേ നല്ലത്. കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം, അടുത്ത വിശേഷവുമായിട്ട് കാണാം. അപ്പൊ ഇത് നമ്മുടെ അപ്കമിങ് വിശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രമോ വിശേഷം നമ്മൾ വൈകിട്ടാട്ടോ, നാളത്തെ കഥ നമ്മൾ വൈകിട്ടാട്ടോ ചെയ്യുന്നത്.
നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.